നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, നോ കോണ്ടാക്റ്റ് ആണ്, ബ്ലോക്ക്ഡ് ആണ്, അങ്ങനത്തെ പല പല സിറ്റുവേഷൻസ് കാണുമല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്തു പോകണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. അതുപോലെ കെൽറ്റിക് റോസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് ആണെങ്കിലും നമുക്കത് ഡീപ്പായിട്ട് നോക്കി പോവാം. അതായിരിക്കും നല്ലത്. ഓക്കെ. കേസ് ബൈ കേസ് ആയിരിക്കും ഞാൻ പറയുന്നത്. ഞാൻ ഓരോ സെറ്റ് കാർഡ്സ് എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ സിനാറിയോ എന്താണെന്ന് വിവരിച്ച് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ, ചെയ്തു തരുന്നതാണ്. മക്കൾക്കൊക്കെല്ലാം സ്കൂളൊക്കെ തുറന്നോ എല്ലാവരുടെയും? എല്ലാവരും ബിസിയായി കാണുമല്ലേ വീണ്ടും? ഇവിടെ മോൾക്ക് നാളെ തുറക്കുന്നേ ഉള്ളൂ. നാളെ മുതൽ സ്കൂളുണ്ട്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സ് അവരുടെ റിലേഷൻഷിപ്പിൽ, അവരുടെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പലതരം ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് തേർഡ് പാർട്ടി ആവട്ടെ, മറ്റ് തടസ്സങ്ങളാവട്ടെ, പാരൻ്റൽ പ്രഷർ ആവട്ടെ, ലോങ് ഡിസ്റ്റൻസ്, ഫൈനാൻസസ്, ഇൻ കോണ്ടാക്ട്, നോ കോണ്ടാക്റ്റിലായാലും, ബ്ലോക്ക്ഡ് ആയാലും, അങ്ങനെ പല പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ, ബ്ലോക്കേജസ് ഉള്ള കേസുകളിൽ അവർ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്നൊരു ഗൈഡൻസ് കൊടുത്തു. കെൽറ്റിക് റോസ് ആണ് ഡിവൈൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണിന് വേണ്ടി, റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്ത് പോകണോ എന്ന് പറഞ്ഞു തരും. എടുക്കാണേ. 9 of Swords, Sun, Star, Empress, 10 of Swords, 8 of Wands, 4 of Pentacles. ഓക്കെ, കെൽറ്റിക് റോസിൽ ഇത്തരം കാർഡ്സാണ് നമ്മൾ ആദ്യം എടുക്കുക. ഇത് ഓരോന്നും ഞാൻ 3 കാർഡ് വെച്ച് ഇത് ചെയ്യും. എന്താണ് ക്ലാരിഫൈ ചെയ്യും. ക്ലാരിഫൈ 9 of Swords. ക്ലാരിഫൈ 9 of Swords. 9 of Swordsൻ്റെ സിറ്റുവേഷൻ എന്താണ്? അവിടെ ഒരു വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? 10 of Pentacles, 2 of Swords and Temperance. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് അവർ ജഗിള് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ജഗ്ലിംഗ് ആണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സിറ്റുവേഷനിൽ പെട്ട് തീരുമാനമെടുക്കാൻ കഴിയാതെ ജഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. അവിടെ പ്രശ്നം ഫാമിലിയാണ്. അതൊന്നുകിൽ അവരുടെ പാരൻ്റൽ പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൗസ് കുട്ടികൾ, കൂടുതലായും സ്പൗസ് കുട്ടികളായിട്ടാണ് കണക്റ്റ് ആവുന്നത് കേട്ടോ. അവർ ചിന്തിക്കുന്നത് 2 റിലേഷനും തന്നെ ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഫാമിലിയെയും വിടാൻ വയ്യ, നിങ്ങളെയും വിടാൻ വയ്യ എന്നുള്ള ഒരു അവസ്ഥയാണ്. മനസ്സിലായില്ലേ? അപ്പുറത്ത് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുമോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെൻറ്റ് ഇല്ലേ ചോദിച്ചാൽ ഉണ്ട് എന്നും പറയേണ്ട സ്ഥിതിയാണ്. ഓക്കെ, ഇവർക്ക് വേണ്ടി എൻ്റെ വ്യൂവേഴ്സ് വെയിറ്റ് ചെയ്യണോ വേണ്ടയോ? ഇവിടെ ജഗലിങ്ങിൽ പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി എൻ്റെ വ്യൂവേഴ്സ് വെയിറ്റ് ചെയ്യണോ വേണ്ടയോ? ഡിവൈൻ പ്ലീസ് ഗൈഡ്. വെയിറ്റ് ചെയ്യാം എന്നാണ് അവിടെ ഡിവൈൻ പറയുന്നത്. പാരൻ്റൽ പ്രഷർ ആണെങ്കിൽ അവർ അത് പോസിറ്റീവായിട്ട് അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി തരും എന്ന് തന്നെയാണ്. അതായത് ഒരു ഇമോഷണൽ കൺസിസ്റ്റൻസി, ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു. അല്ല, അവിടെ സ്പൗസ് കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ രണ്ടും ബാലൻസ് ചെയ്ത് അവിടെയും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ, നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, കാർഡ്സിൽ എന്താണോ കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുകയുമല്ല, എതിർക്കുകയുമല്ല. ഓക്കെ, അങ്ങനെ കമൻറ്റ് വരണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. കാർഡ്സ് എന്നോട് എന്താണോ പറയുന്നത് അത് എക്സാക്ട്ലി ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലാരിഫൈ ദ സൺ, ക്ലാരിഫൈ ദ സൺ, ക്ലാരിഫൈ ദ സൺ, ക്ലാരിഫൈ ദ സൺ.
ഓക്കെ, അവിടെ വന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കരിയർ സക്സസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കാരണം വെയിറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളെ വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. പക്ഷേ ആ തടസ്സം അവിടെ പെട്ടെന്ന് മാറി വരുന്നതായിട്ട് കാണുന്നു. സൺ കാർഡ് വെച്ചിട്ട് അവരുടെ സക്സസ്സിൽ അവർ ഉദ്ദേശിച്ച ഒരു കരിയറിൽ അവർ ഉദ്ദേശിച്ച ഒരു സക്സസ് അവർക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ എന്താ പറയുക, സ്വന്തം നേട്ടങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ലാഭം കിട്ടുക, ബിസിനസ് സക്സസ്ഫുൾ ആവുക, ജോലിയിൽ ഉന്നമനം കിട്ടുക, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് കയറുക, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കരിയറിൻ്റെ സക്സസ്, ബിസിനസ്സിൻ്റെ സക്സസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു വെയിറ്റിംഗ് പീരീഡ് അവർ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ആക്ഷൻ ഉണ്ടാകുമോ ഡിവൈൻ? പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നൊന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. യെസ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ക്വീൻ ഓഫ് വാൻസ് ആണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, തീർച്ചയായും നിങ്ങളെ ഈ ഒരു കരിയറിൻ്റെ പേരിൽ, ഫൈനാൻസസിൻ്റെ പേരിലാണ് അവർ വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തിയിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് വരും. ഇവർക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ. ആദ്യത്തെ കേസിൽ ഞാൻ അത് വീണ്ടും പറയുകയാണ്, സ്പൗസ് കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടില്ല. ഈക്വൽ ബാലൻസിൽ മാത്രമേ പോവുകയുള്ളൂ കേട്ടോ. അവിടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. വെയിറ്റ് ചെയ്യണോ വേണ്ടയോ അങ്ങനെ മറ്റൊരാളുടെ സാന്നിധ്യവും ലൈഫിൽ ഉണ്ടായിരിക്കും. തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ ഉണ്ടായിരിക്കും. അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ. ഫസ്റ്റ് കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താ പറയുക, അത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കുമോ എന്ന്. ഈ കേസിൽ അവർ തീർച്ചയായും അവർക്കൊരു ലൈഫ് സക്സസ്സിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു കേട്ടോ. കരിയറിലാവട്ടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തിനാവട്ടെ അങ്ങനെ വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. അവിടെ പറയത്തക്ക പ്രശ്നങ്ങളില്ല. ഓക്കെ, പ്രശ്നങ്ങളില്ലാത്തൊരവസ്ഥ തന്നെയാണ്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു സമയമാവാൻ വേണ്ടിയിട്ട്, ഡിവൈൻ ടൈമിങ് അല്ലെങ്കിൽ ശരിയായ സമയം വരട്ടെ എന്നുള്ള രീതിയിൽ. ഒരു പക്ഷേ ഏജ് റിലേറ്റഡ് ആയിരിക്കാം. അങ്ങനെ ഒരു പ്രായമാവാതെ കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ വെയിറ്റിംഗ് പീരീഡിൽ ഇരുന്നതായിരിക്കാം. ഓക്കെ, തടസ്സങ്ങളായിട്ട് എനിക്ക് അവിടെ ആക്ച്വലി ഒന്നും കാണുന്നില്ല. ഒരു വെയിറ്റിംഗ് പീരീഡ് മാത്രമേ കാണുന്നുള്ളൂ. സമയമാവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് പോലെ അവിടെ ആ തടസ്സം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ സമയമായിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെയധികം കണക്റ്റഡാണ്. ഒരുപാട് സ്നേഹം പരസ്പരം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളവിടെ കണക്റ്റഡ് ആയിരിക്കുന്നത്. അവിടെ യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അവർ ആ ശരിയായ സമയത്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയും നിങ്ങളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുകയും തന്നെ ചെയ്യും കേട്ടോ. ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചവിടെ തീർച്ചയായും യു ക്യാൻ വെയിറ്റ്, അതിൽ സംശയമൊന്നുമില്ല. ഇവർ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും. സമയം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ. ഒന്ന് ഏജ് ആവാനായിരിക്കും, അല്ല വീട്ടുകാരോട് പറയുന്നതിനൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള രീതി തന്നെയാണ് കേട്ടോ. ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്. 8 of cups, 3 of cups, okay. Page of cups, I'm sorry, yeah. 3 of cups, 8. ഇവിടെ എനിക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത് എന്താ അറിയോ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാൻ, നിങ്ങളിൽ ഒരാൾ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയിട്ട് കാണുന്നു. ഓക്കെ, ഓൾറെഡി ഒരു ഫാമിലി, ഒരു എക്സിസ്റ്റിംഗ് ഫാമിലി അവിടെ ഉണ്ട്. എന്നാൽ അവിടെ ആ ഫാമിലിയിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളും ഇല്ല. മനസ്സിലായോ? അത് രമ്യതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം, കമ്മ്യൂണിക്കേഷനിലാണ്. മനസ്സിലായില്ലേ? അപ്പം അവിടെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങളിൽ ഒരാൾ നോട്ട് മാരീഡും ആയിരിക്കും. ഒരാൾ മാരീഡാണ്, ഒരാൾ മാരീഡ് അല്ല. മാരീഡായ പേഴ്സണ്
കുഞ്ഞുങ്ങളുമുണ്ട്, അവിടെ പറയത്തക്ക പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പോൾ എന്തോ പറ്റും, ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാത്തൊരവസ്ഥ അല്ലേ, ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാത്തൊരവസ്ഥയിൽ അവിടെ എന്ത് ചെയ്യണം, ഇൻ കോണ്ടാക്റ്റൊക്കെയാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കും, വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നതും, ലോങ് ഡിസ്റ്റൻസും ആണെന്ന് കാണുന്നു. ഓക്കെ, പക്ഷെ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം വരുന്ന അവിടെ ജഗ്ലിംഗ് ആണ്. കാരണം അപ്പുറത്ത് പ്രശ്നമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഇവരുടെ പേഴ്സണിന് വേണ്ടി മറ്റേ കാർഡ് ഇവിടെ എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നും കിട്ടാൻ സാധ്യതയുണ്ടോ? 2 ഓഫ് സ്വാർഡ്സ് ജഗ്ലിങ്ങിൽ തന്നെ മുന്നോട്ട് പോകും. അതായത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തുടർന്നു പോകും. ഈ ഒരു കൺസിസ്റ്റൻസി മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ള ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനേ ഈ റിലേഷൻഷിപ്പിൽ സാധിക്കുകയുള്ളൂ. ഓക്കെ, അവരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് മാത്രമായിട്ട് വരിക എന്നുള്ളത് നടക്കില്ല. ഓക്കെ, പക്ഷേ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും, നിങ്ങൾ രമ്യതയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും, അവരുടെ ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ള രീതി തന്നെയാണ്. മനസ്സിലായില്ലേ? നിങ്ങളിൽ ഒരാൾ അൺമാരീഡ് ആണെങ്കിൽ അത് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഈ റിലേഷനിൽ മുന്നോട്ട് പോകാൻ. കാരണം നിങ്ങൾ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇവർ ഒരു മാരേജിലേക്ക് എത്തില്ല. ഓക്കെ, പക്ഷേ ഇത് ഇമോഷണൽ കൺസിസ്റ്റൻസിയിൽ മുന്നോട്ട് പോകും, ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. അവിടെ ഒരു മാരേജ് ചെയ്ത് ഒരു വീട്ടിൽ താമസിക്കാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നർത്ഥം. ആലോചിച്ചിട്ട് മാത്രം ആ റിലേഷനിൽ മുന്നോട്ട് പോവുക. കാരണം ആ സ്പൗസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അവരെ ഉപേക്ഷിച്ച് ഇവർ വരില്ല. മനസ്സിലായല്ലോ? Clarify 10 of swords. 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 Four of Cups, Five of Pentacles, Knight of Pentacles. ഇവിടെ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ. അവർക്ക് ഇപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളുടെ അടുത്ത കാര്യം എൻഡ് ചെയ്തിട്ട് തന്നെ പോയതായിരിക്കും. ടോട്ടൽ നോ കോണ്ടാക്റ്റ്, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും നിങ്ങൾ. 10 ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി വെച്ചിട്ട് അവർ ഒരു ടോട്ടൽ ബ്രേക്കപ്പിൽ പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ലൈഫ് പ്രശ്നങ്ങൾ വളരെയധികം തീവ്രമാണ്. കാരണം ജോലി, ഫൈനാൻസസ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അവർക്കിപ്പോൾ അവരുടെ ജോലിയിലേക്ക് ഹാർഡ് വർക്ക്, എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുക, വീട്ടിൽ നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും, നിങ്ങൾ തമ്മിൽ എഗ്രി ചെയ്തിട്ട് തന്നെ ആയിരിക്കും ബ്രേക്കപ്പ് ആയത്. പക്ഷേ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അവരും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് ജോലിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവരുടെ ഭാഗത്തു നിന്നും ഒരു റിട്ടേൺ എനിക്ക് സംശയകരമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, സംശയകരം എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യത കുറവാണ് എന്നാണ് കാണുന്നത്. കാരണം അത് അവർക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കടങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഇവരെ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? ഇവരെ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? ഈ അടുത്ത കാലത്തൊന്നും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നതായിട്ട് കാണുന്നില്ല. കാരണം പല കാര്യങ്ങളിൽ അറ്റ് എ ടൈം ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വന്നാൽ തന്നെ ഇതെല്ലാം സോൾവ് ചെയ്ത് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും വരുന്നത്. ഉടനെ ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നില്ല. ഓക്കെ, ഭയങ്കരമായ ഫൈനാൻഷ്യൽ ട്രബിളാണ്. അവർ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തന്നെ ബ്രേക്കപ്പ് ആയിട്ട് പോയതാണെങ്കിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എന്ന് തന്നെയാണ്, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ക്ലാരിഫൈ 8 of Wands. Clarify 8 of Wands. Clarify 8 of Wands. Clarify 8 of Wands. Emperor. 4 of Swords. King of Pentacles. ഇവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ആണ് ലൈഫിൽ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ്സാണ്. അതേപോലെ സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ്. ഇവർ പ്രബലമായ ഒരു ജോലിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം.
ഇവർ 4 പേർക്ക് അറിയാം, സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, വലിയ ജോലിയിലിരിക്കുന്ന, ടോപ്പ് പൊസിഷൻസിലൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഏജ്, അങ്ങനെ പല ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, ചില ജോലിയിൽ ചില പദവിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റി വളരെയധികം കോൺഷ്യസ് ആയേ പറ്റൂ എന്നുള്ള രീതിയാണ്. ഓക്കെ, അതേപോലെ ഫൈനാൻഷ്യലി ഇവർക്ക് വീട്ടിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇവർ ആ വീട്ടിലത്തെ ഏണിംഗ് മെമ്പർ ആയിരിക്കാം. അപ്പോൾ അവിടെ ഫുൾ ബേർഡൻ ഇവരുടെ തലയിലാണ് എന്നുള്ള രീതി. ഇവരുടെ വീട്ടിലെ ഇവർ മൂത്ത മകനോ മകളോ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഇവർ മാരീഡ് ആണെങ്കിൽ ഇവർ മാത്രമായിരിക്കും അവിടെ സമ്പാദിക്കുന്നത്. അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, വയസ്സായ അച്ഛനോ അമ്മയോ ആയിരിക്കാം, അവരെ നോക്കേണ്ടുന്ന ചുമതലയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് ഇവർ വളരെയധികം ബോധവാനാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതാണ് അവിടെ തടസ്സം കേട്ടോ. കാസ്റ്റ് കൾച്ചറൊക്കെ വ്യത്യാസം വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ പദവിയും കൂടി ആലോചിക്കണം എന്നുള്ള രീതി. ഇവിടെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? ഒരു വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്ന് പറഞ്ഞു തരൂ. ഇവർ ആ ലൂപ്പിൽ തന്നെ പെട്ട് കിടക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയാതെ ആ ഒരു സർക്കിളിൽ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇവരുടെ വായിൽ നിന്നും പെട്ടെന്ന് വരില്ല. ഓക്കെ, രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത്ര പെട്ടെന്ന് ഓക്കെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ കേസിൽ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ് സിനാറിയോ എന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കും. അതിൻ്റെ ഔട്ട്കമാണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസിലേക്ക് പോകാം. ക്ലാരിഫൈ 4 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 4 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 4 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 4 ഓഫ് പെൻറ്റക്കിൾസ്. കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സ്വാർഡ്സ് ആൻഡ് ദി വീൽ. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പറയാൻ മടിച്ചിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പേടി കൊണ്ട്, ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് നിങ്ങളോട് പറയാതിരിക്കുകയാണ്, മനസ്സിൽ അടക്കി വെച്ചിട്ടിരിക്കുകയാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് ഇരിക്കുകയാണ്. സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് പറയാതിരിക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവരുടെ ഭാവഹാവാദികൾ, ഇവരുടെ നോട്ടം എല്ലാം വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. നിങ്ങൾക്കും താല്പര്യമുണ്ട്, പക്ഷേ ഇവർ പറയാതെ നിങ്ങൾക്ക് പോയി പറയാനും ഒരു മടി എന്നുള്ളൊരു സിറ്റുവേഷൻ, അതാണ് ഇവിടെ തടസ്സമായിട്ട് വരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ അവർക്ക് ഫൈനലി അത് റിയലൈസേഷൻ വരികയും നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു ഗുഡ് ലക്കിലേക്ക് ടേൺ ആയി വരികയും അവരുടെ സ്നേഹം അവർ പറയുകയും ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വരുന്ന അവിടെ ചേഞ്ച് ഓഫ് സിറ്റുവേഷൻ ആണ് വരുന്നത്. ഓക്കെ, അവർ മനസ്സിൽ വികാരം അടക്കി പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ അവരത് ഓപ്പണായിട്ട് പറയാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവരെ വെയിറ്റ് ചെയ്തിരിക്കാമോ ഡിവൈൻ? ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും വെയിറ്റ് ചെയ്യാം. അവർ വന്ന് പറയുകയും ചെയ്യും, പ്രപ്പോസ് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഇവർക്ക് വേണ്ടി തീർച്ചയായും വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത്. അൺഡിസ്ക്ലോസ്ഡ് ലവുകാരുടെയാണ്. അവർ തീർച്ചയായും അവരുടെ സ്നേഹം വന്ന് തുറന്ന് പറയും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരുവിധം എല്ലാ സിനാറിയോയും ഇവിടെ നമുക്ക് കവറായില്ലേ, ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് വെച്ചിട്ട് അല്ലേ. കെൽറ്റിക് ക്രോസ് വെച്ച് നമുക്ക് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കെൽറ്റിക് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. കമൻറ്റും കൂടി ചെയ്തോളൂ കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. ഇവിടെ നാളെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്ക്.
എന്തായാലും പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.